Friends, welcome to the channel. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു കാർ എയർ പ്യൂരിഫയർ തന്നെയാണ്. ഒരു റേറ്റ് കുറഞ്ഞൊരു മോഡലാണിത്. അതും പറയുമ്പോൾ നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്, യൂറേക്ക ഫോർബ്സിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ മോഡലിൻ്റെ പേര് എയറോഗാർഡ് എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് ആമസോണിൽ ഇപ്പോൾ ഒരു 3000 താഴെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ MRP ഒക്കെ ഒരു 8000 ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് എന്തായാലും പൊല്യൂഷനൊക്കെ കൂടിയ സമയമാണല്ലോ. അതുപോലെ വൈറസുകൾ, അപ്പോൾ ടൈമിൽ നമ്മുടെ കാറിൻ്റെ ഒരു പ്യൂരിഫിക്കേഷൻ നല്ല ഭാഗമായിരിക്കും. അപ്പോൾ മിക്ക പുതിയ കാറുകൾക്കൊക്കെ ഇപ്പോൾ പരിപാടി ഉണ്ട് എയർ പ്യൂരിഫിക്കേഷൻ. അപ്പോൾ ഇല്ലാത്തവർക്ക് ഇത് വെക്കാൻ എക്സ്ട്രാ അഡീഷൻ ചെയ്യാനുള്ളൊരു നല്ല പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടു പോകുമ്പോൾ ചാനൽ പുതിയ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണൊക്കെ ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ്. അപ്പോൾ എങ്ങനെ കാണിച്ചാൽ നമുക്കിപ്പോൾ അതിൻ്റെ ഓൾറെഡി കാണാം, ബ്ലാക്ക് കളറാണ്. എയറോഗാർഡ് എന്നാണ് പേര്. എയറോഗാർഡ് ഓട്ടോ 10X ആണ് അതിൻ്റെ പേര്. കാർ എയർ പ്യൂരിഫയർ ആണ്. അപ്പോൾ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. മൈക്രോ ഡസ്റ്റ് റിമൂവലുണ്ട്, അതുപോലെ റിമൂവ് ഓഡേഴ്സ് ആൻഡ് സ്മോക്ക്, എയർ സ്റ്റെറിലൈസേഷൻ, അതുപോലെ സെറാമിക് ഫിൽറ്റർ ഉള്ളതാണത്. സെമി പെർമനൻറ്റ് സെറാമിക് ഫിൽറ്റർ എന്നാണ് ഇരിക്കുന്നത്. പിന്നെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മൈക്രോ ഡസ്റ്റ് റിമൂവൽ എഴുതിയിട്ടുണ്ട്. റിമൂവൽ അത് നേരത്തെ പറഞ്ഞ സംഭവം അത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങൾക്ക് പ്രീ ഫിൽറ്റർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹെപ്പ ഫിൽറ്റർ അത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്റർ ഉണ്ട്. അതുപോലെ ഫോട്ടോ കാറ്റലിസ്റ്റ് അയോൺ ഫിൽറ്റർ ഉണ്ട്. അതുപോലെ UV ടെക്നോളജി ഉണ്ട്, UV ലൈറ്റും ഉണ്ട് ഇതിനുള്ളിൽ. അപ്പോൾ ഒരു നല്ല പരിപാടി തന്നെയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ MRP നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 7999 ആണ്. അപ്പോൾ എന്തോ ഒരു ഓഫറോ എന്തോ ഡീലൊക്കെ ആയിട്ട് നമ്മൾ ആമസോണിൽ ഇപ്പോൾ ഞാൻ വാങ്ങിയത് 2999 രൂപയ്ക്കാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ലിങ്ക് താഴെ ഇടാം. അപ്പോൾ ഇൻട്രസ്റ്റിലൊക്കെ ഡയറക്റ്റ് വാങ്ങാം. ഇതിൻ്റെ വേറെ മോഡലുണ്ട് നമ്മുടെ ഇവരുടെ ഒറിജിനൽ സൈറ്റിൽ തന്നെ. അപ്പോൾ അതിന് ഒരു 4000 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ 2 മോഡലായത് തോന്നുന്നു. പിന്നെ ഇവരുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ഇവരുടെ അക്വാഗാർഡും അതുപോലെ AC ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് കുറേ കാലമായിട്ട്. പിന്നെ വലിയ പ്രോബ്ലം ഒന്നുമില്ല, ഇഷ്യൂ ഒന്നുമില്ല, സർവീസൊക്കെ നല്ല തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് തന്നെ വാങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ ഷാർപ്പ് അതുപോലെ 2-3 എയർ പ്യൂരിഫയറിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ താല്പര്യമുള്ള അതിൻ്റെ ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ഞാൻ ചാനലിൽ പോയി നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസൊക്കെ കിട്ടും. അപ്പോൾ പോയി കാണുക. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. അത് നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. അതിൻ്റെ സീല് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ടൈപ്പ് പോലത്തെ ഒരു സീലായിരുന്നു. അപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് എടുക്കാം. പാക്കേജിങ് നല്ല പാക്കേജിങ് തന്നെയാണ്. ഒരു ബ്ലൂ അല്ല ഒരു ഗ്രീൻ ബോക്സൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ഗ്രേ കളറാണ് കേട്ടോ. ബ്ലാക്ക് കളറും ഉണ്ട്, 2 കളറുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ബോക്സ് എന്തില്ല നോക്കാം. അതിൻ്റെ ഒരു മാനുവൽ ബുക്ക് എന്തോ ഉണ്ട്. എന്താ ഒരു മാനുവൽ ബുക്ക് ഉണ്ട്, യൂറേക്ക ഫോർബ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ. വേറെ ഒന്നുമില്ല എന്നുണ്ട് ബോക്സിൽ, വേറെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. പ്ലാസ്റ്റിക് കവറിൽ നിന്ന് എടുക്കുക. ഒരു ഗ്രേ കളറാണ് കേട്ടോ, മുകളിൽ ബ്ലാക്കും. ബിൽഡ് ക്വാളിറ്റി കുഴപ്പമില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. ഷാർപ്പിൻ്റെ അത്ര വലിയ ക്വാളിറ്റി ഒന്നുമില്ല എന്തായാലും. റേറ്റ് പിന്നെ പകുതിയേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കണം. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ക്ലോസ് അത് നിങ്ങൾക്ക് തുറക്കാനുള്ളതാണ്. അതുപോലെ ഇവിടെ ഫിൽറ്ററൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ ചാർജർ നമ്മുടെ ഓൾറെഡി ഇൻബിൽഡ് വരുന്ന USB ചാർജറാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എയർ പ്യൂരിഫയറിന് എഴുതിയിട്ടുണ്ട്. അതുപോലെ മോഡൽ നമ്പർ എഴുതിയിട്ടുണ്ട്, പവർ കൺസെപ്ഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ചൈനയല്ല എന്തായാലും, ഇത് മെയ്ഡ് ഇൻ വിയറ്റ്നാമാണ്. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് കാറിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ ഫിസിക്കൽ ബട്ടണാണുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ വെൻ്റ് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇൻടേക്ക് വെൻ്റ് താഴെ തന്നെയാണ് നമ്മുടെ നോർമൽ എല്ലാത്തിനും പോലെ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഫിറ്റ്മെൻറ്റ് ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ് കാറിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ നമ്മുടെ കപ്പ് ഹോൾഡറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രേ കളറാണ്, വലിയ കുഴപ്പമില്ലാത്ത മാച്ചിങ് ഉണ്ട്. ബ്ലാക്ക് അല്ല, മുകളിൽ ബ്ലാക്കാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ആക്കാം. ഇതെന്തായാലും USB നമ്മുടെ സിഗരറ്റ് ലൈറ്റർ പ്ലസ് അല്ല വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കുത്താൻ കുറച്ച് എളുപ്പമാണ്. നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ USB ബോർഡിൽ കുത്താലോ. അപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പവർ ഓഫാണ്. ഇതിവിടെ നമുക്ക് ഫാൻ സ്പീഡ് കൂട്ടാനുള്ളതുണ്ട്, 3 ഉണ്ട്. ഇത് ഫസ്റ്റ് പച്ച, അത് കഴിഞ്ഞാൽ ഓരോ യെല്ലോ ഓറഞ്ച് വരും. അത് കഴിഞ്ഞാൽ റെഡ് ആണ് 5 സ്പീഡ്. അപ്പോൾ സ്പീഡ് തീരെ കുറവാണ്. അപ്പോൾ ബാക്കിയുള്ള യൂസൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും സൗണ്ട് തീരെ ഇല്ല. ഓണാണോ ഓഫ് ആവുന്നുണ്ടോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാവില്ല, തീരെ സൗണ്ടും ഇല്ല. അതുപോലെ ലൈറ്റും ഭയങ്കര ചെറിയ ലൈറ്റാണ്. ജസ്റ്റ് ഒരു പവർ ലൈറ്റിന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഔട്ട് ഇവിടെ നിന്നാണ് കാറ്റ് പുറത്തേക്ക് വരുന്നത്. ഇൻടേക്ക് എടുക്കുന്നത് താഴെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് സ്പേസ് ലെഫ്റ്റ് വിടണം. അപ്പോൾ ഇവിടെ ഒന്നും വെക്കാണ്ടിരിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, ഇൻടേക്കിന് അതിന് എളുപ്പമായിരിക്കും. അതുപോലെ നമുക്ക് കുറച്ച് പ്യൂരിഫിക്കേഷൻ നമുക്ക് കുറച്ച് കൂടും. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ നോക്കിയപ്പോൾ അങ്ങനെ നോക്കി വയ്ക്കുക. ചിലർക്ക് നമ്മുടെ ഈ സൈഡിലൊക്കെ ആയിരിക്കും നമ്മുടെ ഇതുണ്ടാവുക. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ താഴെ ബ്ലോക്ക് ആവാണ്ടിരിക്കുക. താഴെ നമുക്ക് കുറച്ച് ഗ്യാപ്പ് വേണം. അപ്പോൾ ഈ സൈഡിൽ നമുക്ക് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ബ്ലോക്ക് വരും.
അപ്പോൾ ഇൻടേക്ക് കുറയും. അപ്പോൾ നിങ്ങൾ അങ്ങനെ വെക്കാണ്ടിരിക്കാൻ നോക്കുക. അപ്പോൾ എന്തായാലും ഇൻടേക്ക് എന്തായാലും ഇവിടെ നിന്ന് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ യൂസ് ഇപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ പറയാൻ പറ്റില്ല, അപ്പോൾ യൂസ് ചെയ്തിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചപ്പോൾ എയർഗാർഡിൻ്റെ യൂറേക്ക ഫോർബ്സിൻ്റെ ആയതുകൊണ്ട് എന്തായാലും അത്ര ലോക്കലാവാൻ സാധ്യതയില്ല. ഇപ്പോൾ ഞാൻ ഇവരുടെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്, നല്ല റിവ്യൂ ആണ്, നല്ല പെർഫോമൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് വാങ്ങാനും കാരണം. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ട്രൈ നോക്കിയിരുന്നു ഷാർപ്പ്, അതുപോലെ ഗോ മെക്കാനിക്കിൻ്റെയും. അപ്പോൾ അത് ഞാൻ വേറൊരു കസിൻ്റെ കാറിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരെണ്ണം ഷാർപ്പാണ് ഉപയോഗിക്കുന്നത്, മറ്റേ ഗോ മെക്കാനിക്ക് ഉപയോഗിക്കുന്നില്ല, അത് തിരിച്ചു കൊടുത്തു. അപ്പോൾ അതിന് ഇഷ്യൂ ഒന്നും ഉണ്ടാകുന്നില്ല, കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു, 5000 അടുത്ത് വരുന്നുണ്ട് രണ്ടിനും. ഇതിന് 2990 വരുന്നുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റുള്ളവർക്ക് ഡയറക്റ്റ് വാങ്ങാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ലിങ്ക് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് വാങ്ങാം. ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആമസോൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ശരി ഫ്രണ്ട്സ്, നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.